ഹലോ എവരിവൺ, എൻ്റെ പേര് ഡിൽസി. ഞാൻ ജഗദേവ്സ് ഡയബറ്റീസ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കാഞ്ഞങ്ങാട് സ്റ്റാഫ് നഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഇൻസുലിൻ പെന്നും അതെടുക്കുന്ന രീതിയെക്കുറിച്ചും അതിന്റെ സൈറ്റുകളെക്കുറിച്ചുമാണ്. ഇന്നത്തെ കാലത്ത് പല ആൾക്കാരും ഇൻസുലിൻ വളരെ തെറ്റായ രീതിയിലാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇൻസുലിൻ നമ്മുടെ ബോഡിയിൽ കറക്റ്റായിട്ട് ആക്ട് ചെയ്യാതിരിക്കുന്നത്. ആദ്യം ഞാൻ ഇൻസുലിൻ പെന്നും ഇൻസുലിൻ സിറിഞ്ചിനെ കുറിച്ചും അതിന്റെ പാർട്സുകളെ കുറിച്ചുമാണ് പറയുന്നത്. ഇതാണ് ഒരു ഇൻസുലിൻ പെന്ന് വരുന്നത്. ഇതിന്റെ പാർട്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻസുലിന്റെ നീഡിൽ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻസുലിൻ ഇടുന്ന ബോഡി, അതായത് കാട്രിഡ്ജ് ഇടുന്ന ഭാഗം. ഇത് രണ്ട് തരത്തിലുണ്ട്. ഫ്ലെക്സ് ടച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് അപ്പം തന്നെ ഡിസ്കാർഡ് ചെയ്യുന്നതാണ്. പിന്നെ വരുന്നതാണ് ഇത് കാട്രിഡ്ജ്. ഇത് നമുക്ക് പുതിയത് ഒരെണ്ണം ഒന്ന് തീർന്നു കഴിയുമ്പോൾ നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കാം. പിന്നെ വരുന്നതാണ് ഇൻസുലിൻ ഡോസ് വിൻഡോ. ഇതാണ് ഡോസ് വിൻഡോ. ഇവിടെയാണ് നമ്മൾ ഇൻസുലിന്റെ ഡോസ് എത്രയാണെന്നുള്ളത് എടുക്കുക. പിന്നെ വരുന്നതാണ് ഇൻസുലിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഭാഗം. പ്ലഗർ എന്നാണ് ഇതിന് പറയാ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാണ് നമ്മൾ ഇൻസുലിന്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യുക. ഇങ്ങനെയാണ് ഒരു ഇൻസുലിൻ പെന്ന് വരുന്നത്. ഇനി ഇൻസുലിൻ സിറിഞ്ച് ഇതേപോലെ ഒരു നീഡില് നമ്മൾ ഇൻസുലിന്റെ ഡോസ് എടുക്കുന്ന ഭാഗം. പിന്നെ ഇവിടെ വെച്ചാണ് നമ്മൾ ഇൻസുലിന്റെ ഡോസ് എത്രയാണോ അത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇനി ഈ ഇൻസുലിൻ സിറിഞ്ച് രണ്ട് തരത്തിലുണ്ട്. 40 യൂണിറ്റിന്റെയും 100 യൂണിറ്റിന്റെയും. 40 യൂണിറ്റിൻ്റെയിൽ നമ്മൾ 40 യൂണിറ്റ് വരെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ വരുന്നതാണ് 100 യൂണിറ്റിന്റെ. 40 യൂണിറ്റിന്റെ എന്ന് പറയുമ്പോൾ ഇത് റെഡ് കളർ ആയിരിക്കും അതിന്റെ ക്യാപ്പ്. 100 യൂണിറ്റിൻ്റെത് ഓറഞ്ച് കളർ ആയിരിക്കും. ഇങ്ങനെയാണ് ഒരു ഇൻസുലിൻ പെന്നും ഒരു ഇൻസുലിൻ സിറിഞ്ച് വരിക.